ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അബൻ ടേസ്റ്റ്. ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ ചിക്കൻ കാഫ്രീൽ എന്ന് പറഞ്ഞ ഒരു ചിക്കൻ റെസിപ്പിയാണ് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ റെസിപ്പിയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ സൗത്ത് ഇന്ത്യൻ സ്റ്റൈൽ കൂട്ടുമായിട്ടൊക്കെ ഒരുപാട് വ്യത്യാസം തോന്നുന്നുണ്ട്. ഇനി നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാൻ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു 500 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും കുറച്ച് വെള്ളവും ചേർത്ത് നമുക്ക് കുക്കറിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇവിടെ ഞാൻ ബ്രോയിലർ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു 2 വിസിൽ മതിയാകും. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ചിക്കൻ ആവശ്യമായിട്ടുള്ള മസാലക്കൂട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിനാദ്യം തന്നെ ഒരു പിടിയിൽ കൂടുതൽ മല്ലിയില, ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഈ മല്ലിയില ഒരു പിടിയിൽ കൂടുതലായിട്ട് എടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ 2-3 പച്ചമുളക്, ഒരു വലിയ പീസ് ഇഞ്ചി, ഒരു 12-14 അല്ലി വെളുത്തുള്ളി, ഒരു ചെറുനാരങ്ങ, പിന്നെ കുറച്ച് സ്പൈസസ് ആണ് ഞാനിവിടെ എടുക്കുന്നത്. സ്പൈസസ് എന്ന് പറയാമെന്ന് വെച്ചാൽ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക്, 2 പട്ട, 6 ഗ്രാമ്പൂ, 1 ടീസ്പൂൺ ജീരകം എന്നിവയാണ് എടുക്കുന്നത്. ഇനി ഇത് നമുക്ക് ചൂടാക്കിയതിന് ശേഷം മിക്സറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. നമുക്ക് മിക്സറിൽ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന മല്ലിയില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സ്പൈസസ്, പിന്നെ ഒരല്പം ഉപ്പ്, ചെറുനാരങ്ങ നീര് എന്നിവ ചേർത്ത് നന്നായി ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ചിക്കൻ വേവിക്കുന്ന ടൈമിൽ തന്നെ നമ്മൾ കുറച്ച് ഉപ്പ് ചേർക്കുന്നത് കൊണ്ട് ഞാൻ ഇതിലധികം ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇനി നമുക്കത് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കാം. നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇപ്പോൾ ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പേസ്റ്റൊക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു അരമണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനൊക്കെ ഓരോന്നായി ഇട്ട് കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് ഇപ്പം വെച്ചിട്ടുള്ളത്. ഒരു 2-3 മിനിറ്റ് നേരത്തേക്ക് നമുക്കിത് അടച്ചു വെക്കാം. ഒരു സൈഡ് ഇപ്പം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്കിനി എല്ലാ പീസസും ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. ഇവിടെ നമുക്ക് വളരെ കുറച്ച് എണ്ണ മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. നമ്മൾ ഓൾറെഡി ചിക്കൻ കുറച്ച് സമയം വേവിച്ചതുകൊണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും മഞ്ഞൾപ്പൊടിയും വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ഒരു 12 ചെറിയ ഉള്ളി 2ആയി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആണ് ചേർത്ത് കൊടുത്തത്. ഇനി വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അരവൊക്കെ ഇപ്പോൾ ചിക്കൻ പീസിൽ നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡ്രൈ ആയി വരുന്നത് വരെ നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം. ചിക്കൻ കാഫ്രീൽ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. സാധാരണയായി നമ്മൾ ചിക്കൻ വെക്കുന്നതിൽ നിന്ന് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ വ്യത്യാസമുള്ളതാണ്. അത് നമ്മൾ ടേസ്റ്റിലും കാണാനുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളെ കമൻസ് അറിയിക്കും വേണം.